ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 28, 2026 ബുധനാഴ്ച. ഇന്നത്തെ യാത്ര എടവണ്ണപ്പാറയ്ക്കാണ്. ഇന്ന് ഞങ്ങളുടെ ക്ലോസിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ പ്രഷറിലാണ് ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യുന്നത്. എടവണ്ണപ്പാറയിൽ വർക്ക് ചെയ്യാണ്ട് ഞാൻ നേരെ പോയത് മഞ്ചേരിക്കാണ്. അപ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ വെയിൽ കൊണ്ട് നന്നായി ക്ഷീണിച്ചിരുന്നു. ഒരു സംഭാരം കുടിച്ചിട്ട് മഞ്ചേരിയിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി. അത് പിന്നെ കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നല്ലേ, വരാതിരിക്കില്ലല്ലോ. നല്ല വേദന തോന്നിയപ്പോൾ കാലൊന്ന് പൊക്കി നോക്കിയതാണ്. അപ്പോഴാണ് ഈ സ്ക്രാച്ച് കാണുന്നത്. ഇതിൽ സ്ക്രാച്ച് അല്ലേ, പ്രശ്നമില്ലാന്ന് കരുതി വർക്ക് കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് ഞാൻ നേരെ പോയത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർ അടുത്തേക്ക്. ഇതും അവരുടെ സമ്മതത്തോടു കൂടെ തന്നെ ഇട്ടതാണ്. ഇതിന്റെയും ഇതിന് മുമ്പുള്ള വീഡിയോസിന്റെ ഒക്കെ ഒരു ക്രിയേഷൻ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ബ്ലൂ ബേസ് ആയിട്ട് പിന്നെ ചെയ്യാം. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് ബ്ലൂ ഡാർട്ടിന്റെ ഓഫീസിലേക്കാണ്. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു സമയം. പിന്നെ വിശക്കാൻ തുടങ്ങി, നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും നേരം വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോഴാണ് കാലിലെ വേദന കൂടിയത്. ഇതിൽ ഞൊണ്ടി ഞാൻ കടയുടെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഏതോ പരിപാടിക്ക് വേണ്ടി വെച്ച ഫ്ലാഗാണ്, പക്ഷെ അത് റോഡിലേക്ക് വീണിട്ട് അപകടം സൃഷ്ടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം മറ്റൊന്നായതുകൊണ്ട് നേരെ അതിലേക്ക് തിരിഞ്ഞു. അപ്പുറത്ത് തിരൂർ റോഡിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട്, അവിടെയാണ് ഈ കട. ഒടുവിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബ്ലൂ ഡാർട്ടിന്റെ ഓഫീസിലേക്ക് നടക്കുമ്പോഴാണ് കാലിന്റെ വേദന കൂടി വന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയതെന്ന്. ഞാൻ മഞ്ചേരിയിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്നൊരു കുട്ടി റോഡ് ക്രോസ് ചെയ്ത് ഓടി. എനിക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടില്ല, നേരെ വീണു. ഒടുവിൽ ഞൊണ്ടി ഞാൻ ബ്ലൂ ഡാർട്ടിന്റെ ഓഫീസിലെത്തി. അവിടുത്തെ വർക്കെല്ലാം തീർത്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് വർക്ക് തീർത്ത് ഇറങ്ങുമ്പോഴാണ് എന്റെ കാല് പോലെ തന്നെ വണ്ടി കുത്തി നിൽക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം എന്തോന്നറിയില്ല, 711 കിലോമീറ്റർ ഓടിയിട്ടാണ് നിന്നത്. പിന്നെ പെട്രോൾ നേരെ റിസർവിലേക്ക് ഇട്ട് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് പോന്നു. വർക്കെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് വണ്ടിയെ കുറിച്ച് ഓർത്തത്. പിന്നെ നേരെ പോയത് പണ്ട് താമസിച്ച വീടിനടുത്തുള്ള വർക്ക്ഷോപ്പിലേക്കാണ്. എന്റെ അച്ഛന്റെ പഴയ കുറെ സുഹൃത്തുക്കളെ ഞാൻ അവിടെ കണ്ടു. കാണാൻ എന്നേക്കാൾ ചെറുപ്പക്കാരായ ചിലർ. വർക്ക്ഷോപ്പിന്റെ ഓണർ ദിബിൻ ചേട്ടൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞങ്ങള് ആ കണ്ണാടി അങ്ങ് തിരിച്ചു വെക്കാൻ നോക്കി. പക്ഷെ ഞങ്ങൾ തലകുത്തി നിന്നിട്ട് നടക്കാത്തത് പുള്ളി കൈവച്ചപ്പോൾ പെട്ടെന്ന് ശരിയായി. ഒറ്റ കുഴപ്പം മാത്രം, ആ മൊബൈൽ ഹോൾഡർ ഇനി വെക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വേദനയിൽ കുതിർന്ന് ഇന്നത്തെ എന്റെ ഡയറി കുറിപ്പുകൾ അവസാനിക്കുന്നു.